So we know what is initiation. Then the next stage is the elongation. Elongation of protein or translation in eukaryote. Part of the translation ആണ് elongation എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും this is actually the protein synthesis. This is actually the polypeptide chain formation. The first stage is the initiation, whereas the last stage is the termination. In between the elongation, that is actually the formation of the polypeptide chain. So here you can see the chain elongation. So several factors should be coming to this region, and all those factors are called elongation factors. Elongation factors എന്നാണ് അതിനെ പറയുന്നത്. Eukaryotic elongation factors എന്നാണ് പറയുന്നത്. Several elongation factors is also present similar to the initiation factor. അവിടെയും നമ്മൾ കുറേയധികം ഫാക്ടേഴ്സിനെ കണ്ടു. ഇവിടെയും ഇതേപോലെ തന്നെ elongation factorsഉം കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് എന്താണെന്നുള്ളത് നമുക്ക് one by one നോക്കാം. See, the elongation of protein synthesis. The eukaryotic elongation is somewhat different from the prokaryotic elongation. At the same time, they are showing similarity. 3 elongation factors are essential for this eukaryotic elongation. They are called elongation factor 1A, 1B and F2. അപ്പോൾ ഇത് ഈ elongation factors എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രമല്ല, ഇനിയും elongation factors ഉണ്ട്. ഇപ്പം തൽക്കാലം ആവശ്യമായിട്ടുള്ളതിനെ മാത്രമൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. These are involved which have similar functions to their prokaryotic counterparts. ഏതൊക്കെയാണ്? prokaryotic counterparts ആയിട്ടുള്ള അവിടെ elongation factor ആയിട്ട് വരുന്ന ഇതിന് equivalent ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മൾ ഇന്നലെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ക്യാപ്പിന്റെ അടുത്ത് വരുന്നതും പിന്നെ വാലിൽ പോകുന്ന കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ elongation factor 1A, 1B and elongation factor 2, they have their own functions. അത് വന്ന് അറ്റാച്ച് ചെയ്യുന്നതിന് ഓരോ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. At the end of the initiation step, എന്ത് സംഭവിക്കും? The mRNA is positioned so that the next codon can be translated during the elongation stage of protein synthesis. Initiation step in the end, messenger RNA positioned so that the next codon can be translated. First നമ്മൾ പറഞ്ഞത് ഞാനിപ്പം തൊട്ട് മുന്നേ തന്നെ പറഞ്ഞിരുന്നു. ആദ്യം ആ ഇനിഷ്യേഷൻ അമിനോ ആസിഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എ സൈറ്റിൽ ആ ഒറിജിനൽ കോഡോൺ ഇരിപ്പുണ്ട്. അവിടെ തന്നെ കറക്റ്റ് വരും. അതിനുശേഷം എന്താണ് സംഭവിക്കേണ്ടത്? ഓരോ അമിനോ ആസിഡുകളും ഇതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഓരോ സമയവും ഇത് പൊസിഷൻ mRNA പൊസിഷൻ ചെയ്യണം. ആ mRNA കറക്റ്റ് പൊസിഷനിൽ റൈബോസോമിന്റെ പൊസിഷനിൽ, അതായത് എ സൈറ്റിൽ പോയി ആ കോഡോണ്, ട്രിപ്ലറ്റ് കോഡോൺ പോയി നിന്ന് കൊടുക്കണം. എങ്കിൽ മാത്രമേ റൈബോസോമിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡുമായിട്ട് ആ tRNAക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. During chain elongation, each additional amino acid is added to the nascent polypeptide chain. Nascent polypeptide എന്ന് വെച്ചാൽ എന്താണ്? പ്രിമച്വർ ഇല്ലേ? അതിനൊരു ഫംഗ്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യാൻ ഇപ്പൊ അറിയില്ല, യങ് ആണ്, പ്രിമച്വർ ആണ്. അതിനെയാണ് nascent polypeptide chain എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ അഡീഷണൽ ആയിട്ടുള്ള അമിനോ ആസിഡുകളും on the basis of the triplet codon present on the messenger RNA, and അത് എവിടെ വരണം? മാച്ച് ചെയ്യണം. എവിടെയാണ്? എ സൈറ്റിൽ വന്ന് നിൽക്കണം. then only this mRNA codon will pair with the anticodon present on the tRNA. tRNAയിലുള്ള ആന്റികോഡോണുമായിട്ട് പെയർ ചെയ്ത് ആ കറക്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് വരണമെന്നുണ്ടെങ്കിൽ റൈബോസോമിന്റെ എ സൈറ്റിൽ മെസ്സഞ്ചർ RNAയിലുള്ള ട്രിപ്ലറ്റ് കോഡോൺ കറക്റ്റ് ആയിട്ട് വരണം. ദാറ്റ് ഇസ് കോൾഡ് പൊസിഷനിങ്. പൊസിഷനിങ് എന്ന് പറയുവാണ് അതിന്. സോ ദീസ് സ്റ്റെപ്സ്, 3 സ്റ്റെപ്സ് ആണ് ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോർമേഷന്
ഉള്ളത്. And these 3 step microcycle എന്നാ പറയുന്നത്. Steps in this microcycle-നകത്തുള്ള ഈ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. Positioning the correct amino acyl tRNA in the A site of the ribosome. Already discussed about the positioning. The next one is the forming the peptide bond. Next step എന്ന് പറയുന്നത് the detachment of the amino acid on the top of the tRNA. Detached, അല്ലേ? Amino acid detach ചെയ്യണം. Hydrolysis വഴിയൊക്കെ detach ചെയ്യും. And then this amino acid that would be attached on the top of the coming amino acid. അത് എവിടെയായിരിക്കും ഉണ്ടാവുന്നത്? അടുത്ത വരുന്ന ആ ഒരു ട്രിപ്ലറ്റ് മീൻസ് ഒരു tRNA-യുടെ മുകളിലുള്ളതിനകത്ത് അറ്റാച്ച് ചെയ്യും. അതിനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് step in the microcycle. And third one, what? Shifting the mRNA by one codon. After the bond formation, this mRNA can be shifted to the next position. Then only the ribosome can read the next codon. മൂന്നാം അടുത്ത കോഡോണിനെ റൈബോസോമിന് റീഡ് ചെയ്യണം. അതനുസരിച്ചുള്ള tRNA-യും അമിനോ ആസിഡും അവിടെ വരണം. അതിന് എന്ത് വേണം? ഷിഫ്റ്റിംഗ് ഓഫ് ദ mRNA along the. അപ്പൊ ഈ mRNA-യുടെ ഷിഫ്റ്റിംഗ്, റൈബോസോമിന്റെ പൊസിഷനിങ്, ഇത് രണ്ടും അവിടെ നടക്കണം, അല്ലേ? So these are the 3 different microcycle or the steps involved in the microcycle. Then the initiator tRNA occupies the P site in the ribosome and the A site is ready to receive. അതല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. ഞാൻ പിന്നെ പ്രൊകാരിയോട്ടിന്റെ വെച്ച് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തന്നെ അതാണ്. P സൈറ്റില് tRNA വരുമ്പോ A സൈറ്റ് റെഡി ടു റിസീവ് ദ അമിനോ അസൈൽ tRNA ആണ്. ഒരെണ്ണം റെഡി ആയിട്ട് തന്നെ അവിടെ ഇരിക്കുകയാണ്. യെസ്, ഇവിടെ നമുക്ക് കാണാം ഇലോങ്ങേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കാണാം. അപ്പൊ ഇവിടെ കുറെ അധികം ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ധാരാളം ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ്, അതുപോലെ എനർജി റിച്ച് മോളിക്യൂൾ എല്ലാം വരുന്നുണ്ട്. ആക്ടിവേറ്റ് ചെയ്യുന്നത് തന്നെ എനർജി റിച്ച് മോളിക്യൂൾ ആണ്, GTP ആണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. കണ്ടോ, അമിനോ ആസിഡുമായിട്ട് വന്ന് നിൽക്കുന്ന tRNA ഒക്കെ നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോ ഇതിന്റെ അടുത്ത ഒരു പാർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് ആർ ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറഞ്ഞു. ഇലോങ്ങേഷൻ ഫാക്ടർ 1-ന് എയും ബിയും എന്ന് പറഞ്ഞുള്ള പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ട്. ആൻഡ് തേർഡ് 1 എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു F2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലോങ്ങേഷൻ ഫാക്ടർ 2. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പണിയും ഉണ്ട്. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇലോങ്ങേഷൻ ഫാക്ടർ 1A-യും അതിന്റെ കൂട്ടത്തില് എന്ത് വേണം? GTP-യും കൂടെ വേണം. എന്ന് വെച്ചാൽ എനർജി, ഇല്ലേ? ഇത് എന്താണ് സംഭവിക്കുന്നത്? ട്രാൻസ്പോർട്ടഡ് ദ അമിനോ അസൈലേറ്റഡ് tRNA മീൻസ് വാട്ട്? അമിനോ അസൈലേറ്റഡ്, അമിനോ ആസിഡിനെ ചേർത്ത് വെച്ചേക്കുന്ന tRNA എന്നാണ് അതിന്റെ അർത്ഥം. അമിനോ അസൈലേറ്റഡ് tRNA എവിടെ വരും? 80S-ന്റെ റൈബോസോമിന്റെ 60S എന്ന് പറഞ്ഞ 80S-നകത്തുള്ള 60S-ന്റെ A പാർട്ടിൽ, A സൈറ്റിൽ അത് വരും. അപ്പം F1A-യുടെ ജോലി ഇതിനെ ആ കറക്റ്റ് സൈറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെ? A site of the 80S ribosome and elongation factor 1A GDP is reactivated by F1B. ഇതിനെ റീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ജോലിയാണ് F1B-ക്കുള്ളത്. അപ്പൊ F1B-ക്ക് റീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ജോലിയുണ്ട്. F1A പ്ലസ് GTP എന്ന് പറയുന്നത് അമിനോ അസൈൽ tRNA-യെ എങ്ങോട്ടേക്ക്? ഇവിടെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം സൈറ്റോപ്ലാസത്തിനകത്താണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ അമിനോ ആസിഡ് ഉണ്ട്, tRNA ഉണ്ട്.
പിന്നെ ഈ ഫാക്ടേഴ്സ് എല്ലാം ഉണ്ട്, പിന്നെ ഒരുപാട് സംഗതികളുണ്ട്, നമ്മളിപ്പോൾ ഇതിനെ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ ഈ tRNA കറക്റ്റ് ആയിട്ട് ഈ അമിനോ ആസിഡുമായിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ എനർജി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇലോങ്ങേഷൻ ഫാക്ടർ ഈ പറഞ്ഞേക്കുന്ന F1A എന്ന് പറയുന്നത് ഈ GTPയുമായിട്ട് ചാർജ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറയാം അല്ലെ, ആക്റ്റീവായി നിൽക്കുന്ന, എനർജി കൊടുത്തു കഴിയുമ്പോൾ ആക്റ്റീവായി അല്ലെ ചാർജ് ചെയ്തേക്കുന്ന ഈ അമിനോ ആസിഡിന്റെ tRNA, ഇതിനെ ഈ F1A എന്ന് പറയുന്നത് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഈ സൈറ്റിൽ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ F1B ആണ് ഇതിനെ റീആക്ടിവേറ്റ് ചെയ്യുന്നത്. ഡീആക്ടിവേഷൻ അല്ല, റീആക്ടിവേഷൻ അതിനെ ചെയ്യും ഇല്ലേ. അപ്പോഴോ ഇവിടെയാണ് ഇനി എന്ത് നടക്കേണ്ടത്? ബോണ്ട് ഫോർമേഷൻ അടുത്തത്. അപ്പൊ ഇലോങ്ങേഷനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് നടന്നു. എന്താണ്? ദ ഫസ്റ്റ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ദ അമിനോ ആസിഡ് അല്ലെങ്കിൽ അമിനോ അസൈൽ tRNA that now that is enters into the A site. That is the first step of the elongation. And next is the bond formation between the earlier amino acids or the polypeptide chain with the new amino acid. ഇപ്പൊ വന്നേക്കുന്ന പുതിയ അമിനോ ആസിഡുമായിട്ട് നേരത്തെ ഉണ്ടായി നിൽക്കുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ആയതാണ് കാണിച്ചേക്കുന്നത്. എലോങ്ങേഷൻ എന്ന് പറഞ്ഞ മറ്റേ പടം വെച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തത് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടാണ് കാണേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പടം കിട്ടാത്തതിന്റെ പേരിലാണ് ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ കാണിച്ചേക്കുന്നത്. നമുക്കിനി വീഡിയോ വരുമ്പം നിങ്ങൾക്ക് അത് ഒന്നുകൂടെ ക്ലിയർ ആയി വരും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്യണം, അതാണ് ബോണ്ട് ഫോർമേഷൻ. അപ്പൊ സെക്കൻഡ് ആയിട്ടുള്ള നടക്കേണ്ട സ്റ്റെപ്പിൽ എന്താണ്? പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ആണ് നടക്കേണ്ടത്. ഇവിടുന്ന് ഈ tRNAയിൽ നിന്ന് ഇത് ഹൈഡ്രോളിസിസ് വഴി ഇതിനെ ഡിറ്റാച്ച് ചെയ്യും. അപ്പൊ ഈ tRNA ഫ്രീ ആകും. ആൻഡ് ദിസ് ടൈം ദിസ് പോളിപെപ്റ്റൈഡ് ചെയിൻ വിൽ ബി അറ്റാച്ച്ഡ് ഓൺ ദ ന്യൂലി ഫോംഡ് ഓർ ന്യൂലി കമ്മിങ് അമിനോ ആസിഡ്. അതിന്റെ മണ്ടയിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. നമുക്ക് ഇവിടെ കാണാം. Now the tRNA, the first tRNA is empty അല്ലെ. ഇവിടെ empty ആയിപ്പോയി എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഇപ്പൊ അതിന് പോളിപെപ്റ്റൈഡ് ചെയിൻ ഇല്ല. അതിപ്പോ എവിടേക്ക് പോയി? അമിനോ ആസിഡ് ഫസ്റ്റ് എ സൈറ്റിൽ വന്നേക്കുന്ന അമിനോ ആസിഡിന്റെ മണ്ടയിലേക്ക് അതിന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള എല്ലാ ചെയിനും കൂടെ അറ്റാച്ച്ഡ് ആയി. സോ നൗ ദ tRNA is എന്താണ്? അതിന് നമുക്ക് ഇറ്റ് ഇസ് നോട്ട് എസെൻഷ്യൽ. സോ ദിസ് tRNA has to ട്രാൻസ്ഫേർഡ് ടു ദ ഇ സൈറ്റ്. ഇങ്ങോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിന് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ, പി സൈറ്റിൽ വരാൻ പറ്റത്തുള്ളൂ. വൈ ഇറ്റ് ഈസ് കോൾഡ് പി സൈറ്റ്? പെപ്റ്റൈഡ് ബോണ്ട് സൈറ്റ് ആണ് അല്ലെ. അപ്പൊ പെപ്റ്റൈഡ് ബോണ്ട് നടത്തി വെച്ചേക്കുന്ന അല്ലെങ്കിൽ ആ ബോണ്ടഡ് ആയിട്ടുള്ള അമിനോ ആസിഡ് പോളിപെപ്റ്റൈഡ് ചെയിനെയും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന tRNA എപ്പോഴും നിൽക്കുന്ന ഭാഗമാണ് പി സൈറ്റ്. അതുപോലെ തന്നെ ഈ ബോണ്ടിനെ ഫോം ചെയ്യാനായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ കൊടുക്കുന്നതും ആരാണ്? ഈ പറഞ്ഞേക്കുന്ന പി സൈറ്റ് ആണ്. അതുകൊണ്ടാണ് അതിന് അപ്പൊ ഇതിന് ഇങ്ങോട്ട് മാറേണ്ടതായിട്ട് ഉണ്ട് ഇല്ലേ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇവിടെ വരുന്ന അത് ഇലോങ്ങേഷൻ ഫാക്ടർ വീണ്ടും ഇവിടെ മാറ്റപ്പെടണം. GDPയും GDP ആയിട്ട് മാറും. അതിന്റെ എനർജി റിച്ച് മോളിക്യൂൾ ആയിട്ട് മാറും. അതുപോലെ ഇലോങ്ങേഷൻ ഫാക്ടർ F2ന്റെ ഒരു എന്തുണ്ടാവണം? പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് എന്താണ്? റൈബോസോം ട്രാൻസ്ലൊക്കേഷൻ ആണ് വരേണ്ടത്. റൈബോസോമിന്റെ ട്രാൻസ്ലൊക്കേഷൻ വരണം. ദാറ്റ് മീൻസ് ദ ribosome has to enters or joined with the new triplet codon. ആ ട്രിപ്ലെറ്റ് കോഡോണിലേക്ക് പുതിയത് ഇവിടെ ഇപ്പൊ അമിനോ ആസിഡ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത സൈറ്റിലേക്ക് മാറിയിരിക്കണം. അപ്പൊ ഇവിടുന്ന് ട്രാൻസ്ലൊക്കേഷൻ അങ്ങോട്ട് പോകണം. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഇത് തിരിച്ച് പിയിലേക്ക് വരണം. അപ്പൊ ഇയിൽ നിന്ന് ഇത് ഈ വഴി പുറത്തു പോകണം ഇല്ലേ. ആ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കേണ്ടത്. അപ്പൊ അതിന് എന്ത് വേണം? ഈ ട്രാൻസ്ലൊക്കേഷൻ ഇലോങ്ങേഷൻ ഫാക്ടർ F2 എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമായിട്ട് വരും. അങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ദാണ്ട ഈ സ്റ്റെപ്പ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ്. റൈബോസോം ട്രാൻസ്ലൊക്കേഷൻ സംഭവിച്ചിരിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇലോങ്ങേഷൻ ഫാക്ടർ F2. അപ്പം പിന്നെ 1A 1B രണ്ടിന്റെയും പാർട്ട് കഴിഞ്ഞു. Now the elongation factor F2 that is also performing their function, and the result is the movement of the ribosome to the next position.
ആ മെസ്സഞ്ചർ RNAയിലുള്ള അടുത്ത ട്രിപ്ലറ്റ് കോഡോണിലേക്ക് ഇത് മാറിയിരുന്നു. അപ്പം ഇതിനെ മാറ്റി മാറ്റി ഇരുത്താൻ വേണ്ടുന്ന elongation factor ആണ് F2 എന്ന് പറയുന്നത്. Now we can see the A site is now seen as empty. So the next ഇവിടേക്ക് വരണം അല്ലേ? അപ്പൊ ഇവിടെ എയിലും ഇല്ല, ദാറ്റ് ഇയിൽ ഇരിപ്പുണ്ട് ഈ സംഭവം. അതുകൊണ്ടാണ് എയിലേക്ക് ഇത് കടന്നു വരാത്തത്. ഇനി എന്ത് വേണം? ഈ ഇയിൽ നിന്ന് ഇത് തെറിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ എയിലേക്ക് പുതിയ അമിനോ ആസിഡ് വരും. അതാണ് അടുത്ത സ്റ്റെപ്പിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണ്? ഇപ്പൊ ഇവിടെ ഈ സൈറ്റിൽ ആരില്ല, ഇവിടെ നിന്ന് ഇത് പോയിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇനി എ സൈറ്റിലേക്ക് വരണം. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇവിടെ എന്താ വരേണ്ടത്? ഇത് ഇവിടുന്ന് പോയതാണെങ്കിൽ അടുത്ത സൈറ്റിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ അമിനോ ആസിഡ് ഈ എ സൈറ്റിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ഇവിടെ എ സൈറ്റിലേക്ക് പുതിയ ഒരു സംഗതി വരും, അല്ലെങ്കിൽ ഒരു അമിനോ ആസിഡ് tRNA ആയിട്ട് വരും. അപ്പോ ഇവിടെ വീണ്ടും ഈ അമിനോ ആസിഡുകളെല്ലാം ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്യും. ഇതിന്റെ മണ്ടയിൽ വരുന്ന അമിനോ ആസിഡിനെ അറ്റാച്ച് ചെയ്യും. So the free tRNA will എവിടെയാണ് pass on to the E site and the amino acid all the chain ഇപ്പൊ എവിടെ അറ്റാച്ച് ചെയ്തിരിക്കും? എ സൈറ്റിൽ വന്നേക്കുന്ന tRNAയുടെ മണ്ടയിൽ അത് അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ അവസാനം അവര് എവിടെ എത്തും? കംപ്ലീറ്റ് ആയിട്ടും ഈ പ്രോട്ടീന്റെ സ്ട്രക്ചർ എത്തുന്ന ഒരു സമയമാകുമ്പോൾ അവിടെ എന്തുണ്ടാകും? ദ ലാസ്റ്റ് ഓർ ദ എൻഡ് സെഗ്മെന്റ്, ദ എൻഡ് കോഡോൺ വിൽ സീൻ ബൈ ദ റൈബോസോം ആൻഡ് ദാറ്റ് കോഡ് ഈസ് കോൾഡ് സ്റ്റോപ്പ് കോഡോൺ. അതിന് പറയുന്ന നമ്മൾ പേരാണ് സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റോപ്പ് കോഡോണിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്താകും? ഇലോങ്ങേഷൻ, ദ സ്റ്റെപ്പ്, ഇലോങ്ങേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ അവസാനിക്കും, അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ഇലോങ്ങേഷൻ വിൽ ബി സീസ്ഡ്. അവിടെ വെച്ച് അത് അവസാനിക്കും. അതെന്ന് പറയുന്നത് എന്താണ്? ആ ലാസ്റ്റ് കോഡോണിനെ അല്ലെങ്കിൽ ആ ടെർമിനേഷൻ കോഡോൺ എന്നോ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയാം. അതിനെ കണ്ടു കഴിഞ്ഞാൽ that is the end of the elongation process and this is the start of the termination process. Next we have to go through the termination process of the protein synthesis. എങ്ങനെയാണ് ടെർമിനേഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഈ അമിനോ ആസിഡിന്റെ മണ്ടയിൽ അല്ലെങ്കിൽ ഈ ഒരു tRNA ഇത് നല്ലൊരു ക്ലിയർ ആയിട്ട് കാണത്തക്ക രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിനോ പ്രൊകാരിയോട്ടിന്റെ പോലത്തെ തന്നെ ഒരു ഇതാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകാനായിട്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഈ tRNAയിൽ ഇപ്പൊ എന്തുണ്ട്? ധാരാളം അമിനോ ആസിഡുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ. And now the ribosomal subunit means the A site of the ribosome എങ്ങനെയാണ്? pair with or seen by the സ്റ്റോപ്പ് കോഡോൺ. സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്ന ഒരു കോഡോണിനെ ഇവിടെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് ഒന്നും ഇനി ഇവിടെ ആവശ്യമില്ല. The elongation factors all are detached from this site. At the same time, a releasing factor will come on to the A site. A site like instead of the amino acyl tRNA, a releasing factor will come onto the A site. A site like ഒരു releasing factor ആണ് ഇപ്പോൾ കടന്നു വരുന്നത് because of the presence of the stop codon at the A site. A site ല് ഉള്ള സ്റ്റോപ്പ് കോഡോണിന്റെ പ്രസൻസ് കൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ദ അമിനോ അസൈൽ tRNA there is a releasing factor will come and attached on this site. And this releasing factor is always with the energy rich molecule, that is the GTP. GTP ആണ് ഈ റിലീസിംഗ് ഫാക്ടറിനെ ഇവിടെ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഇനിഷ്യേഷൻ ഫാക്ടർ ആയിക്കോട്ടെ, ഇലോങ്ങേഷൻ ഫാക്ടർ ആയിക്കോട്ടെ, all the type of factors are always with the energy rich molecule. അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ മൂവ് ചെയ്ത് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് കോഡോൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റിലീസിംഗ് ഫാക്ടറും വന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ റിസൾട്ട്? എന്തായിരിക്കും സംഭവിക്കുന്നത്? All the elongation factors are released from the region. Then the amino acid chain or the polypeptide chain is detached from the last tRNA and ഇവിടുന്ന് മൊത്തം ഡിസ്ചാർജ് ചെയ്ത് പോകും. And the final tRNA that is also move towards the E site and finally they go outside. ഇത് പുറത്തേക്ക് അങ്ങ്
പാസ് ചെയ്ത് പോകും. അപ്പൊ ഇവിടുന്ന് ഇത് ഡിറ്റാച്ച് ചെയ്തു കഴിഞ്ഞു, ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞു ഇല്ലേ. അമിനോ ആസിഡ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞു, ഇത് മൊത്തം പുറത്തു പോയി. റിലീസിംഗ് ഫാക്ടർ ഇവിടെ ഇരുന്നാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് അല്ലെ. സോ ദ ഫൈനൽ വൺ ഈസ് ദ ഡിസോസിയേഷൻ ഓഫ് ദ larger and smaller subunits as well as the messenger RNA. ഇതെല്ലാവരും തന്നെ ഇവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. So here we can see the dissociation of all the units from the site of elongation. ആ elongation സൈറ്റിന്റെ എൻഡ് വരെ ഉണ്ടായിരുന്ന എല്ലാ യൂണിറ്റുകളും ഡിറ്റാച്ച് ചെയ്ത് പോയേക്കുന്നതായിട്ട് നമുക്ക് കാണാം. So you must write the different steps or the processes happening during the termination. എന്തൊക്കെയാണ് നടക്കുന്നത്? The polypeptide chain separated from the tRNA, അവിടുന്ന് അത് സെപ്പറേറ്റ് ചെയ്തു പോകും. പിന്നെന്താണ്, അവിടുന്ന് ഈ റൈബോസോമൽ സബ് യൂണിറ്റ്സുകളൊക്കെ സെപ്പറേറ്റഡ് ആകും, മെസഞ്ചർ RNA സെപ്പറേറ്റഡ് ആകും, റിലീസിംഗ് ഫാക്ടർ സെപ്പറേറ്റഡ് ആകും, GTP കൊണ്ടുവന്ന GTP ഉണ്ടല്ലോ, അത് എനർജി കൊടുത്തു കഴിയുമ്പോൾ അത് GDP ആയിട്ട് മാറും. tRNA ഫ്രീ ആയിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് വൺ ഈസ് ഓൾസോ ഫ്രീ, അതും പുറത്തേക്ക് പോകും. പിന്നെന്താണ് mRNA ഡിസോസിയേറ്റഡ് ആസ് എന്തായിട്ട് ന്യൂക്ലിയോടൈഡ്സ്, അതായിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്തു പോകും. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടെർമിനേഷൻ. ദ ടെർമിനേഷൻ ഓഫ് elongation depends on eukaryotic release factor, അതാണ് ഇവിടെ വരുന്നത്. In eukaryotic release factor, that is called the release factor 1, അത് വരുന്നുണ്ട്. That recognizes all 3 termination codons. So the eukaryotic releasing factor 1 can ഈ RF1-ന് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 തരത്തിലുള്ള UAA, UAG ആൻഡ് UGA എന്ന് പറയുന്ന 3 stop codon can be recognized by the ERF1. അവരാണ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവർ ഓടി വന്ന് ഇതിനെ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ടാണോ ആണെങ്കിലോ റിലീസിംഗ് ഫാക്ടർ 3 ഉണ്ട്, ഇവരാണ് ഈ ട്രാൻസ്ലേഷനെ ടെർമിനേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവര് കോഡോണിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത റിലീസ് ഫാക്ടർ വരും, ദാറ്റ് ഈസ് ദ റിലീസ് ഫാക്ടർ 3. ഇത് ഇവിടുത്തെ പരിപാടി, അതായത് ഇലോങ്ങേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നിർത്തലാക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവരൊക്കെ തന്നെ ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ പിരിഞ്ഞു പോകും. അപ്പോൾ ടെർമിനേഷൻ, ദ റൈബോസോം ഈസ് ഡിസ്അസംബിൾഡ് ആൻഡ് ദ കംപ്ലീറ്റഡ് പോളിപെപ്റ്റൈഡ് ഈസ് റിലീസ്ഡ്. അതാണ് ഇവിടെ താഴെ കാണിച്ചേക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ടെർമിനേഷൻ എത്തിക്കഴിഞ്ഞാൽ റൈബോസോം എല്ലാം ഡിസ്അസംബിൾ ചെയ്തു പോകും. അതുപോലെ തന്നെ പോളിപെപ്റ്റൈഡ് ചെയിൻ ഒക്കെ റിലീസ് ചെയ്ത് സൈറ്റോപ്ലാസത്തിനകത്തേക്ക് വീഴും. നൗ ദിസ് ഈസ് കോൾഡ് ദ നേസന്റ് ആണ്, അല്ലെങ്കിൽ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ഒരു സ്ട്രക്ചർ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടും യൂക്കാരിയോട്ടിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്.